ആൾക്കാരെ ശ്രദ്ധിക്കുക. ഞാൻ പണി ചെയ്യുന്നില്ലെന്ന് പറയുന്നവരോട് ഇവിടെ ഞാൻ പണിക്ക് ആളിനെ നിർത്തിയിട്ടുണ്ട്. അല്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്നോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ആണുങ്ങൾ പണി ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത്? ഇതിലെന്തായാലും ഒരു വിവാദം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഉച്ചയ്ക്ക് ലീവായതുകൊണ്ട് ഇടിയപ്പത്തെ തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് പറയാം, പിന്നെ എനിക്കും സമയം കിട്ടുന്നില്ല എന്നല്ല, ചെയ്യാൻ എനിക്ക് മടിയാട്ടോ. എനിക്കും കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള സാധനമാണ്, പക്ഷെ മടി കൊണ്ട് ഞാനതങ്ങ് വേണ്ടെന്ന് വെച്ചു. ഇഷ്ടമല്ല എന്ന് എല്ലാവരോടും പറയും. അങ്ങനെ ഇന്നത്തെ ഇടിയപ്പം ഉണ്ടാക്കിയത് ഇച്ചയാട്ടോ. എന്നോട് പറഞ്ഞു ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാട്ടോ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. എന്ത് ചെയ്യുമോയെന്ന് ചോദിക്കുമ്പോഴും ഇച്ച ഒന്ന് ഹെൽപ്പ് ചെയ്യുമോയെന്ന് ചോദിച്ചാൽ ഓടി എൻ്റെ അടുത്ത് വരും കേട്ടോ. അത് തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമാണ്. പിന്നെ ചിലർക്കൊക്കെ ഉണ്ട് കേട്ടോ, ആണുങ്ങൾ എന്തോ ജോലി ചെയ്യുമ്പോൾ എന്തോ വലിയ കുറ്റമാണെന്നുള്ള രീതിയിലുള്ള സംസാരവും നോട്ടവും പറച്ചിലും ഒക്കെ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, എല്ലാവരും ചെയ്യണം. എല്ലാവർക്കും തുല്യ അവകാശമാണെന്നല്ലേ പറയുന്നത്, ആണിനും പെണ്ണിനും ഒക്കെ ഒരുപോലെ. അപ്പോൾ എല്ലാം ഒരുപോലെ ചെയ്യണ്ടേ, അത്രേ ഉള്ളൂ. മറ്റേ ആൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് പ്രശ്നം? അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണമായിരുന്നു കേട്ടോ. ഇച്ചയ്ക്ക് വല്ലാത്ത ചൊറിച്ചിലായിരുന്നു, അതൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി പോവാം. ചൊറിച്ചിലെന്ന് വിചാരിക്കുമ്പോൾ വേറെ ചൊറിച്ചിലൊന്നും അല്ല കേട്ടോ, കാല് ചൊറിഞ്ഞ് പൊട്ടിയിട്ടാട്ടോ. അങ്ങനെ നേരെ നമ്മൾ കയ്യൂരുള്ള ഒരു ഹെൽത്ത് സെൻറ്ററിൽ ചെന്നു കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫുകളും ഡോക്ടർമാരും ഒക്കെ എന്ത് നല്ല ഇടപെടലായിരുന്നു എന്നറിയാമോ നമ്മളോട്. ഇന്നലെയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി, ഒന്നും പറയണ്ട. എന്തു ചോദിച്ചാലും നമ്മളെന്തോ അവരോട് ചോദിച്ചു മേടിക്കാൻ പോയത്തുള്ള രീതിയിലുള്ള സംസാരമാണ് അവർ. എല്ലാവരും ഒന്നുമില്ല കേട്ടോ, ഒരു ഡോക്ടറും ഒരു നേഴ്സും. വേണ്ടുന്നത് ഞാനും കൊടുത്തിട്ടുണ്ട്. കാഞ്ഞങ്ങാടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാര്യം കേട്ടോ ഞാൻ ഈ പറയുന്നത്. നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ഒരു നേഴ്സും ഒരു ഡോക്ടറും എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. അവർ കാരണം കേട്ടോ ഞാൻ ഇച്ചയും കൊണ്ട് രണ്ടാമത് ഇങ്ങോട്ട് വരേണ്ട വന്നത്. ചെവിക്കകത്ത് എന്തോ പോയെന്ന് പറഞ്ഞിട്ട് എന്തോ സാധനം ഇട്ട് കുത്തി ആ ചെവിയും കൂടെ കളഞ്ഞു. എന്തായാലും അവർക്കെതിരെ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും, ചെവി കേൾക്കാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കറങ്ങിയടിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുക. ഉച്ച സമയമായിട്ട് നേരെ ചെന്നൊരു മാങ്ങയും പൊട്ടിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.